ആ അവതരണത്തിനെതിരെ ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. ഇതിനു മുമ്പ് KPCC ഭാരവാഹികൾ വരുന്നതിന് മുമ്പ് കേരളം പിടിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു വലിയ ഉഗ്രൻ ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ കനകുലുവിന്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ടുമായിട്ടൊക്കെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ എത്തിയിരുന്നു. അന്ന് VD സതീശൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് VD സതീശനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് പരസ്യമായി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് AP അനിൽകുമാറാണ്. അത് കൂടാതെ തന്നെ പല നേതാക്കന്മാർക്കും VD സതീശന്റെ ഇങ്ങനെയുള്ള പ്രസ്താവനകളോട് എതിർപ്പുണ്ടെന്നേ. VD സതീശനല്ല കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കൂട്ടമാണ്. ആ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് VD സതീശന് നൽകിയിട്ടുള്ളത് എങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. മറിച്ച് KPCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ KPCC പ്രസിഡന്റ് കം പ്രതിപക്ഷ നേതാവ് കം DCC പ്രസിഡന്റ് കം നിയോജക മണ്ഡലം പ്രസിഡന്റ് കം മണ്ഡലം പ്രസിഡന്റ് കം ബ്ലോക്ക് ബൂത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു ബോർഡ് വെച്ച് നടക്കട്ടെ.